കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? പണ്ട് പണ്ട് മനു എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. എല്ലാവരോടും വളരെ സ്നേഹത്തോടും ദയോടും കൂടി പെരുമാറിയിരുന്ന ഒരു കുട്ടി. മറ്റ് ജീവികളോടും ചെടികളോടും മരങ്ങളോടും ഒക്കെ മനുവിന് വളരെ ഇഷ്ടമായിരുന്നു. കാട്ടിലൂടെ നടന്ന് ചെടികളുടെയും മരങ്ങളുടെയും വിത്തുകളൊക്കെ ശേഖരിച്ച് അവ നട്ട് വീണ്ടും ചെടികളും മരങ്ങളും ഒക്കെ വളർത്തുന്നത് മനുവിന് വളരെ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ മനു നദിക്കരയിലെത്തി തന്റെ കൈക്കുമ്പിൾ നിറയെ വെള്ളമെടുത്തു. കൈക്കുമ്പിളിലെ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു കുഞ്ഞു മീൻ. അയ്യോ പാവം, നീ എന്തിനാ എന്റെ കൈക്കുള്ളിൽ വന്നത്? മനു മീനിനോട് ചോദിച്ചു. നിന്നെ ഞാൻ ഇപ്പൊ തന്നെ തിരികെ വെള്ളത്തിൽ വിടാം എന്ന് പറഞ്ഞ് മനു മീനിനെ വെള്ളത്തിലേക്ക് വയ്ക്കാൻ നോക്കി. എന്നാൽ അപ്പോൾ മീൻ പറഞ്ഞു, അയ്യോ, എന്നെ വെള്ളത്തിൽ വെക്കരുതേ, ഇവിടെ ഒരു വലിയ മീനുണ്ട്, അതെന്നെ ഉപദ്രവിക്കും. ആണോ? എല്ലാവരോടും എല്ലാത്തിനോടും സ്നേഹമുള്ള മനു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വേണ്ട, നിന്നെ ഞാൻ തിരികെ വെള്ളത്തിൽ വിടുന്നില്ല, പകരം എന്റെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താം. മനു മീനുമായി അവന്റെ വീട്ടിലെത്തി. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് മീനിനെ സുരക്ഷിതമായി അതിലിട്ടു. മീനിന് തീറ്റയും കൊടുത്തു. പിറ്റേ ദിവസം മനു നോക്കിയപ്പോൾ മീൻ വളർന്നു. ആ പാത്രത്തിൽ കിടക്കാൻ പറ്റുന്നതിനേക്കാളും വലിപ്പം മീനിന്. അയ്യോ, എന്താ ചെയ്യാ, നീ ഇത്ര പെട്ടെന്ന് വളർന്നല്ലോ എന്ന് പറഞ്ഞ് മനു മീനിനെ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു പാത്രത്തിലിട്ടു. പിറ്റേ ദിവസം മനു വീണ്ടും മീനിന്റെ അടുത്തെത്തി. അപ്പോഴതാ മീൻ വീണ്ടും വളർന്നിരിക്കുന്നു. വീണ്ടും മീനിന്റെ പാത്രം മാറ്റേണ്ട അവസ്ഥ. മനു വീടിന്റെ അടുത്ത് ഒരു കുളമുണ്ടാക്കി. ആ കുളത്തിൽ മീനിനെ ഇട്ടു. പിറ്റേ ദിവസം വീണ്ടും മീനിന്റെ അടുത്ത് ചെന്നു. അപ്പോഴതാ മീൻ കുളത്തിന്റെ അത്രയും വലുതായിരിക്കുന്നു. ഹോ, ഇതെന്താ അത്ഭുതമാണ്! എനിക്ക് എവിടെയും നിൽക്കാൻ പറ്റുന്നില്ല, എന്നെ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകൂ, മീൻ പറഞ്ഞു. മനു ആ വലിയ മീനിനെ ഒരു വിധത്തിൽ നേരെ കടൽക്കരയിലേക്ക് കൊണ്ടുപോയി. ആ മീനിനെ കടലിൽ വിട്ടു. എന്നിട്ട് പറഞ്ഞു, ദേ, നീ ഇപ്പോ ഒരു വലിയ മീനാണ്, നിനക്ക് നിന്നെ നന്നായി സംരക്ഷിക്കാൻ കഴിയും, ഇനി ഇവിടെ വളർന്നോണം കേട്ടോ എന്ന് പറഞ്ഞ് മനു തിരികെ പോകാൻ തുടങ്ങി. അപ്പോൾ മീൻ പറഞ്ഞു, നോക്കൂ, കുറെ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ വലിയ ഒരു വെള്ളപ്പൊക്കം വരും. ആ സമയത്ത് എല്ലാം വെള്ളം കൊണ്ടുപോകും. നിങ്ങൾ നേരത്തെ തന്നെ ഒരു വലിയ ബോട്ട് തയ്യാറാക്കണം. എന്നിട്ട് എല്ലാവരെയും എല്ലാ ജീവികളെയും ആ ബോട്ടിൽ കയറ്റണം. അവരുമായി ഈ കടലിലൂടെ പോകണം. നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യാൻ ഞാനിവിടെ ഉണ്ടാകും. ഇത് കേട്ടപ്പോൾ അത്ഭുതം തോന്നിയെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിച്ചെങ്കിലും തനിക്ക് സഹായം നൽകാം എന്ന് പറഞ്ഞ മീനിനോട് മനു നന്ദി പറഞ്ഞു. എന്നിട്ട് തിരികെ പോയി. മീൻ പറഞ്ഞ പോലെ മനു ഒരു വലിയ ബോട്ട് നിർമ്മിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദേ വലിയ ഒരു വെള്ളപ്പൊക്കം വന്നു. എല്ലാം വെള്ളത്തിലാകും എന്ന അവസ്ഥ. മീൻ പറഞ്ഞതോർത്ത് പെട്ടെന്ന് തന്നെ മനു എല്ലാവരെയും എല്ലാത്തിനെയും ആ ബോട്ടിൽ കയറ്റി. എന്നിട്ട് അവരുമായി കടലിലൂടെ യാത്ര ആരംഭിച്ചു. കുറേ ദൂരം പിന്നിട്ടു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയുമില്ല. കടലിൽ മഴ പെയ്യുന്നു, കാറ്റുമടിക്കുന്നുണ്ട്. മനുവിന് ഭയമായി. അപ്പോഴതാ നമ്മുടെ മീൻ, ആ വലിയ മീൻ മനുവിന്റെ മുന്നിൽ വീണ്ടും വന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്നെ ഞാൻ സഹായിക്കാം. മഴയിലും കാറ്റിലും പെട്ട് ആ ബോട്ടിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ ഒരു കാവൽക്കാരനെ പോലെ ആ ബോട്ടിന് വഴികാട്ടിയായി നമ്മുടെ മീൻ മുന്നേ നീന്തി. അധികം വൈകാതെ തന്നെ
ബോട്ടുമായി ഒരു കരയിലെത്തി. ഒരു വലിയ പർവ്വതത്തിന്റെ താഴ്വരയിൽ. ബോട്ടിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ മനു സുരക്ഷിതമായി പുറത്തിറക്കി. എല്ലാവരെയും സുരക്ഷിതരായി കരയിലെത്തിച്ച മീനിനോട് മനു നന്ദി പറഞ്ഞു. എന്നാൽ അപ്പോഴതാ തിരമാലകൾ ഉയരാൻ തുടങ്ങി. മീനിനെ കാണാനില്ല. പകരം ആ വലിയ മീനുണ്ടായിരുന്ന ഇടത്ത് ഒരു ദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, മനു, നിങ്ങൾ വളരെ നല്ല ഒരു മനുഷ്യനാണ്. എല്ലാത്തിനോടും സ്നേഹവും ദയയുമുള്ള മനുഷ്യൻ. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിച്ചത്. ഇനി ഇതാ ഈ സ്ഥലം നിങ്ങൾക്കായി തരുന്നു. ഇവിടം മനോഹരമാക്കുക. സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുക. ഇവരുടെ ഒക്കെ രാജാവായി നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ദേവൻ അപ്രത്യക്ഷനായി. മനുവും കൂട്ടരും ചുറ്റും നോക്കിയപ്പോൾ ആ സ്ഥലത്ത് ചെടികളുമില്ല, മരങ്ങളുമില്ല. എന്നാൽ താൻ യാത്ര തുടങ്ങിയപ്പോൾ തന്റെ കയ്യിൽ കുറച്ചു വിത്തുകൾ മനു കരുതിയിരുന്നു. ആ വിത്തുകളെല്ലാം വിതച്ച് അവർ ആ നാട്ടിൽ പുതിയ മരങ്ങളും ചെടികളുമൊക്കെ വളർത്തിയെടുത്തു. പഴയതിനേക്കാൾ സുന്ദരമായൊരു നാടാക്കി മനു അതിനെ മാറ്റി. പിന്നീട് ഒരുപാട് കാലം മനു ഏറ്റവും നല്ല ഒരു രാജാവായി ആ നാട് ഭരിച്ചു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ എല്ലാവരും വളരെയധികം സന്തുഷ്ടരായിരുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ കഥ, മനു രാജാവായ കഥ. കഥ ഇഷ്ടായോ? ഇനി കുഞ്ഞുങ്ങളുടെ പേരുകൾ പറയാം. റിഥേയ് കൃഷ്ണ, റിഥ്യ കൃഷ്ണ, ആദം ക്രിസ്, അബ്രാം ക്രിസ്, ജെസിക്ക ഡേ റുഹി, എവലിൻ മറിയ, രുദ്ര സുഘോഷ് ആത്രേയ, മെറിറ്റ, മറീസ, സോയ് ഹദീജ നജീബ്, അയാൻ അജിത്, നൈഷ, സിദ്ധി ശ്രീജിത്ത്, ഹയാൻ സുഖിൽ, ധ്രുവ് സിദ്ധാർത്ഥ്, അല്ലു, ഹർഷവർദ്ധൻ വി ജി, ഇഷ്വിയ ജി എൻ, ഹമദ്, ദന, വൈഗ എ കൃഷ്ണ, വേദ എ കൃഷ്ണ, ഭാനുപ്രിയ ജെ ശ്യാം, ഭൂമിജ ജെ ശ്യാം, ഐഷ മറിയം, ഫാത്തിമ സെറ, നിയ നിതിൻ, നിനവ് ഇ അജേഷ്, ദേവ് ദക്ഷ്, റിഥി രാകേഷ്, സുൽക്കി, നിബു, നിസു, ശിവകേഷ്, അന്നപൂർണ, നിലവ് നിർമ്മൽ, അദ്വിക് എൻ അവിൻ, അധിത്രി എൻ അവിൻ. പിന്നെ പിറന്നാൾ ആഘോഷിക്കുന്ന രുദ്രദേവ് ജഗദീഷ്. പിറന്നാൾ കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ സ്നേഹമറിയിച്ച എല്ലാ ചക്കര കുട്ടികൾക്കും ചക്കരയുമ്മ ഉമ്മ. അച്ഛനമ്മമാരെ, ഇതുപോലെ കഥയോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണം എന്നുണ്ടെങ്കിൽ നേരെ ആപ്പിൾ സ്റ്റോറി ക്ലബിന്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് വരൂ. ആ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. എന്നിട്ട് നമുക്ക് മെസ്സേജ് അയക്കൂ കുഞ്ഞിന്റെ പേര്. അടുത്ത് വരുന്ന 2 കഥകളിൽ ഏതെങ്കിലും ഒന്നിൽ തീർച്ചയായും ആ പേര് ഞങ്ങൾ പറയുന്നുണ്ടാവും. ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് ഈ കഥയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.